നമസ്കാരം, ഇത് IBN മലയാളം. അനധികൃത ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും 10 ദിവസത്തിനകം നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാർക്ക് നോട്ടീസ് നൽകി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്ക്വാഡുകളെയും ഫീൽഡ് സ്റ്റാഫിനെയും നിയോഗിക്കാമെന്നും നടപടിയെടുക്കുമ്പോൾ ഭീഷണിയുണ്ടായാൽ സംരക്ഷണം പോലീസ് ഉറപ്പാക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്ര നിർദ്ദേശിച്ചു. അനധികൃത ബോർഡുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ തദ്ദേശ സെക്രട്ടറിമാരിൽ നിന്ന് പിഴ ഈടാക്കാൻ കോടതി നിർബന്ധിതമാകും. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി 11-ന് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണം. രാഷ്ട്രീയ പാർട്ടികളെ ഭയക്കുകയാണ് ഉദ്യോഗസ്ഥർ. റോഡിൻ്റെ കൈവരികളിലാകെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ബോർഡുകളും കൊടികളുമാണ്. കൊടിയിൽ തൊട്ടാൽ ഉദ്യോഗസ്ഥർക്ക് പണി കിട്ടുമെന്ന അവസ്ഥയാണ്. രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, സിനിമയുടെയും മതസ്ഥാപനങ്ങളുടെയും പോസ്റ്ററുകളും നിയമം ലംഘിച്ച് സ്ഥാപിക്കുന്നുണ്ട്. ബോർഡ് വയ്ക്കുക എന്നത് അനിവാര്യമായ മതപരമായ ആചാരമല്ല. ഓരോ ബോർഡും പരസ്യമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ബോർഡുകളുടെ വലിപ്പത്തിനനുസരിച്ച് പിഴ കൂട്ടുന്നത് പരിഗണിക്കണം. പലയിടത്തും വലിയ ബോർഡുകൾ അപകടാവസ്ഥയിലുണ്ട്. അപകടം ഉണ്ടായാൽ 5-10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകും. തിരുവനന്തപുരത്ത് അനധികൃത ബോർഡുകൾ സ്ഥാപിച്ചവരിൽ നിന്ന് 6 ലക്ഷം രൂപ പിഴ ഈടാക്കിയതായി കോർപ്പറേഷൻ അറിയിച്ചു. എന്നാൽ 50 ലക്ഷമെങ്കിലും പിഴ കിട്ടേണ്ടതല്ലേ എന്ന് കോടതി ആരാഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പിഴ ഈടാക്കിയോ എന്നും കോടതി ചോദിച്ചു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.